ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു പ്രാദേശിക പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ഏതാണ്ട് 50% അല്ലെങ്കിൽ 49% പിന്തുണയോടുകൂടി ലോകത്തിൽ ലോക ജനതയുടെ 60-62% പിന്തുണയുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് അത് അർത്ഥമില്ലാത്തതും ഉത്തരമില്ലാത്തതുമായിട്ടുള്ള ചില വാക്കുകൾ മാത്രമായിട്ട് ഞാനതിനെ കാണുകയാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം. പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള BJP പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനു വേണ്ടിയും അതടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. ഒരു കാര്യത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. 2014 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2019 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2014-ലും 2019-ലും ഞങ്ങൾ CAA-യെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 370-നെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന, പറഞ്ഞതു മാത്രം നടപ്പാക്കുന്ന, കൃത്യമായി പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന, അഴിമതിയില്ലാതെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച് അഴിമതിയില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രധാനമന്ത്രിയുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ആന നടന്നു പോകുമ്പോൾ കുഴിയാനകൾക്ക് വലിയ വിഷമം ഉണ്ടാവും. പല കുഴിയാനകളും ആനയുടെ കാൽപാദത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാവും. ആന വരുന്ന കണ്ടിട്ട് കുഴിയാന കരഞ്ഞിട്ട് എന്ത് കാര്യം? ആന വരുന്ന കണ്ടിട്ട് കുഴിയാന നുണയനാണ്, അദ്ദേഹം പറയുന്നത് മുഴുവനും തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നുണയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനിൽ പോയി ശത്രു രാജ്യവുമായിട്ട് ഞങ്ങൾ സന്ധി ഉണ്ടാക്കില്ല. ഈ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളാരും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ചൈനയിൽ പോയി ഒപ്പിടില്ല, ചൈനയിൽ പോയി കരാറുണ്ടാക്കില്ല. ഇത് രണ്ടും ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. പിന്നെ CPM-ൻ്റെ കാര്യം, ഇവിടെ സംസാരിക്കുന്ന CPM-ൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ്. അദ്ദേഹത്തിന് DYF-യുടെ നേതാവാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുക്കുന്നത് എന്തിനാ? മാമോദസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്നാ, ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ. അപ്പോൾ ഒരു ഭാഗത്ത് മാമോദസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക, മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാം. ഇങ്ങനത്തെ ഇരട്ടത്താപ്പും കാപട്യവും BJP-ക്കില്ല. ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ഞങ്ങളെ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ആരും പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനുശേഷം അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോലും കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിലേക്ക് പക്ഷെ അങ്ങ് വന്നില്ല. കോൺഗ്രസ് ഇന്ത്യൻ ബജറ്റിൽ 15% എക്സ്ക്ലൂസീവായി മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ എനിക്കത് ചോദ്യമായി കോൺഗ്രസ് പ്രതിനിധിയോട് പറയാമായിരുന്നു. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാം, പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാവില്ല. പറഞ്ഞില്ല, ആദ്യഘട്ടമായതുകൊണ്ട് ഇടപെടാതെ പോവുകയായിരുന്നു. ഏറെക്കുറെ മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുത്ത സമയം കഴിഞ്ഞതിന് ശേഷം ഇടപെട്ടതാണ്. അതിന് മറുപടി
അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് വ്യക്തിപരമാണ്. പ്രധാനമന്ത്രിയെ നുണയൻ എന്ന് വിളിച്ചത് വ്യക്തിപരമാണ്. പക്ഷെ ഞാനതിൽ ആ സമയത്ത് ഇടപെട്ടില്ലല്ലോ. ഞാൻ ആര് സംസാരിക്കുമ്പോഴും ഇടപെടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഞാൻ ആര് പറയുമ്പോഴും ഇടപെടില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യത്തിൽ ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. ഒരു ഭാഗത്തും മതേതരത്വം പറയും. എൻ്റെ കയ്യിൽ മിസോറാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ പഴയ റെക്കോർഡുകളിൽ, ഞാനിതും കൂടി പറഞ്ഞ് നിർത്താം, പഴയ റെക്കോർഡുകളിൽ തപ്പി നോക്കിയപ്പം കോൺഗ്രസിൻ്റെ ഒരു വാഗ്ദാന പത്രിക കണ്ടു. ലോക്സഭ അത് നിയമസഭയാണ്. അതിൽ കുരിശാണ്, കൈപ്പത്തിയുടെ ഉള്ളിൽ കുരിശ്. ഞങ്ങൾ ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കും. ബെറ്റ് വെക്കാനുണ്ടെങ്കിൽ ഞാനിവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാണ്, മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഞാനത് കൊണ്ടുവന്ന് കാണിക്കാം. അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയാണ് മിസോറാമിലെ. ഇവർ കാണിക്കുന്നത് എവിടെയാണോ, ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ നിർത്താം, നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവും പറയാം. CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഏതെങ്കിലും മുസ്ലിം ജനങ്ങൾക്ക് വിരുദ്ധമാണോ ഇന്ത്യയിലെ? അല്ലല്ലോ. പക്ഷേ ഈ CAA കുറിച്ച് കോൺഗ്രസ് എന്താ കേരളത്തിൽ പറഞ്ഞത്? പിണറായി വിജയൻ മലപ്പുറത്ത് പോയി പ്രസംഗിച്ചില്ലേ? രണ്ടാം കിട പൗരന്മാരാക്കാനാണ് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കാൻ വേണ്ടിയാണ് BJP CAA കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചില്ലേ? അപ്പൊ ഇവർക്കെന്തും പറയാം, ഞങ്ങൾക്ക് പറയാൻ പാടില്ല. മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റിൽ മുസ്ലിം എന്ന പദമുണ്ടോ ഇല്ലയോ? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങളോട്. മൻമോഹൻ സിംഗ് 2006 പറഞ്ഞതിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ? രാജ്യത്തിന്റെ വിഭവങ്ങൾ, ആ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട അവകാശി മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കാണ്. അത് മതപരമായി വിഭജിച്ചു കൊടുക്കേണ്ടതല്ല. ഇവര് പറഞ്ഞിരിക്കുന്നത് പലതും അങ്ങനെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ ഞാൻ ഇടപെടുകയാണ്. ബജറ്റിൽ 15% എക്സ്ക്ലൂസീവായി വിഭജിച്ചു കൊടുക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല. മുസ്ലിം എന്നല്ല, പുവർ മുസ്ലിം എന്നാണ് പറഞ്ഞത്. അതിനു മുൻപ് ആദിവാസികൾ എന്ന അടക്കമുള്ള പരാമർശങ്ങളുണ്ട് എന്നത് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നു. അങ്ങേക്ക് അടുത്ത ഘട്ടത്തിൽ അതിനെ ഗണിക്കുകയും ചെയ്യാം. ബി ഗോപാലകൃഷ്ണൻ പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുവർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പിന്നാക്ക വിഭാഗങ്ങൾ, ആദിവാസികൾ, മുസ്ലിം എന്ന് തുടങ്ങി. അല്ലല്ല, അതെങ്ങനെയാ? മറ്റുള്ളതൊക്കെ നിങ്ങൾ കണ്ണടച്ച് കളയും. മുസ്ലിം എന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അല്ലല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നിട്ട് അവർ പറഞ്ഞു പേടിപ്പിച്ചു, ഇവർ പറഞ്ഞു പേടിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? 2019 ദുംകയിൽ, ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി പറഞ്ഞെന്താ? CAA-ക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ്? എന്താ സംശയം? ശരിയല്ലേ? പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രം മാത്രമല്ല, രൂപം കണ്ടാലും അറിയാം. അതെന്ത് വസ്ത്രവും രൂപമാണ്? ഞങ്ങളാരും പഠിച്ചിട്ടില്ല മനുഷ്യന്മാരെ വസ്ത്രവും രൂപം കണ്ട് തിരിച്ചറിയാൻ. മാന്യതയുള്ള മാധ്യമങ്ങൾ കൃത്യമായി പറയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്ത് പറയണമായിരുന്നു? അല്ല, രാജ്യത്തെ ജനങ്ങളെ വസ്ത്രവും രൂപം കൊണ്ട് തിരിച്ചറിയണം എന്ന് മാന്യതയുള്ള മാധ്യമങ്ങൾ പറയണമായിരുന്നോ? പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? CAA കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? CAA കുറിച്ച് പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത്? CAA-ക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ 2019 ജാർഖണ്ഡിൽ അദ്ദേഹം പറഞ്ഞു, CAA-ക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞു. മനുഷ്യന്മാരെ വസ്ത്രം കണ്ട് തിരിച്ചറിയാനുള്ള എന്ത് DNA പരിശോധനയാണ് നിങ്ങൾക്കുള്ളത്? CAA കുറിച്ച് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് CAA കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആ പരാമർശം നടത്തിയത്? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചൊരു ചോദ്യമാണ് മറുപടി ആണോ? അങ്ങ് പറയുന്നത് ഞാൻ പറയാമെന്നേ, അങ്ങ് ഇതിനൊരു മറുപടി പറയൂ. ഞാൻ പറയാം മറുപടി. എന്താണാവോ നിങ്ങൾ പറയുന്നത്? അല്ലെ, എന്താണാവോ മറുപടി? എന്താണാവോ മറുപടി? രാജ്യത്തെ മനുഷ്യരെ വസ്ത്രം കണ്ടും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ രൂപം കണ്ടും തിരിച്ചറിയാൻ കഴിയുന്ന ആ വിശിഷ്ട സിദ്ധി ഒന്ന് പറഞ്ഞുതരുമോ? ഒന്ന് മനസ്സിലാക്കാനാണ്. മനുഷ്യന്മാരെ ഏറെ കണ്ടിട്ടുണ്ട് 10-14 വർഷത്തിനിടയ്ക്ക്. ഇതുവരെ ഒരു മനുഷ്യനെയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഒട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇനിയൊട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല. അല്ലാതെ തുള്ളണ്ണ മാധു അതിനുള്ളതൊന്നും ഇല്ല. താൻ
വല്ലാത്ത തുള്ളൽ. അല്ല ആ ത്രാസിലെ മനുഷ്യന്മാരെ അവരുടെ അഭിമാനത്തിന്റെ പേരിൽ, അല്ല അവരുടെ മികവിന്റെ പേരിൽ, അവരുടെ പ്രയത്നത്തിന്റെ പേരിൽ, അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ, അവരുടെ നിറത്തിന്റെ പേരിൽ, അവരുടെ ഇതിനൊക്കെ അളക്കാനുള്ള അങ്ങയുടെ ആ ത്രാസിലെ ആ ത്രാസ് അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. കേട്ടോ, ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. ഞാൻ എത്രയുണ്ടെന്ന് അളക്കാൻ അഡ്വക്കേറ്റ് ടി ഗോപാലകൃഷ്ണനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങ് എത്രയുണ്ടെന്ന് ഞാൻ അളക്കാത്ത കാലത്തോളം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് അത്ര ആധിപത്യ മനോഭാവമുള്ള മനുഷ്യരെ അളന്നാൽ മതി. കേട്ടോ, അങ്ങേക്ക് അത്ര ആധിപത്യമുള്ള മനുഷ്യന്മാരെ അളന്നാൽ മതി. ആ മനുഷ്യരെ കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങ് അളക്കാൻ നിൽക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവരെ കുറിച്ച് എനിക്ക് സഹതാപമേ ഉള്ളൂ. എന്നെ അളക്കണ്ട. കേട്ടോ, അങ്ങയുടെ ത്രാസ് തികയില്ല. ശരി, നിങ്ങൾ സഹതാപമുണ്ട്. അവർ അധികാരത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ വെർബാറ്റുമാണ് പറയുന്നത്. ഞാൻ വരാം, ശ്രീ ഡി ഗോപാലകൃഷ്ണൻ, ഞാൻ വരാം.